ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ മൊയിനെ എങ്ങനെ നമുക്ക് കൾച്ചർ ചെയ്യാം. സോ അപ്പോൾ നമുക്ക് മൊയിനെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെ ഒരു പാക്കറ്റ് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ നമ്മൾ അതിന് ഫീഡ് കൊടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ മൊയിനെ മേടിക്കാറുണ്ട്. അപ്പോൾ സ്റ്റാർട്ടർ എങ്ങനെ ചെയ്യാം അതെല്ലാം കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ്. ഓക്കെ, വളരെ സിമ്പിളാണ് നമുക്ക് മൊയിനെ ചെയ്യാൻ വേണ്ടി. അതിനാവശ്യം നമ്മൾ ഇതുപോലത്തുള്ള പൊടിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വാങ്ങണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിലല്ല വരുന്നത്. ഞാൻ കൂടുതൽ ഏഞ്ചലിൻ്റെയാണ് ഞാൻ കൂടുതൽ വാങ്ങാറുള്ളത്. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ഒരടപ്പ് നമുക്ക് എടുക്കാം. ഒരടപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു മഗ്ഗിലേക്ക് ഇടാം. ഇതാ ഞാൻ ഈ മഗ്ഗിലേക്ക് വെള്ളം ഇതിലാണ് ഇടുന്നത്. നമുക്കിതിൽ കുറേ വെള്ളം എടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ഫീഡ് കൊടുക്കുന്നത്. ഏകദേശം എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, അതുകൊണ്ട് അപ്പോൾ നിങ്ങളിൽ എത്ര ഉണ്ട് അതനുസരിച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്യണ്ട. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ക്വാണ്ടിറ്റി കൂടുതലായി പോകരുത്. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എടുത്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് കലങ്ങി വരും. അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിൻ്റെ പ്രത്യേകത. നമ്മൾ പണ്ടത്തെ നിങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങുന്ന ആ ഈസ്റ്റ് മീൻസ് നമ്മൾ ചെറിയ ബോൾ പോലെ കിട്ടുന്ന ആ ഈസ്റ്റിനേക്കാൾ ഇതാണ് ബെറ്റർ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഒരു അരിച്ച് എടുക്കാൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുക. ഇതിൽ മൊത്തത്തിൽ അത് ഇരിക്കും. ഇനിതാ ഇതിനകത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം വച്ചിരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതാ പരിപാടി ഇപ്പം തന്നെ കഴിയും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈസ്റ്റ് എടുത്ത് കണ്ട ഇതിൽ കുറച്ച് പൊടി പോലെ വരും. അത് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ വേണമെങ്കിൽ ഒന്ന് അരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് റെഡിയാവും. അത് കുറച്ചൊന്ന് റെഡിയായി വരാനുണ്ട് ഇത്. ഓക്കെ, നമ്മളെ കയ്യിൽ ഒത്തിരി പ്ലാൻസ് ഒക്കെ നമ്മളെ കയ്യിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പ്ലാൻസ് ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പോകാം. നമുക്കിതിൽ ഇതാണ് നമ്മുടെ മൊയിനെ. ഞാൻ ഇതിലാണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ അളന്നെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പാത്രം നിങ്ങൾക്ക് തന്നെ ഓപ്ഷനായിട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പം നിങ്ങൾ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം. ഡ്രസ്സൊക്കെ ഇവിടെ ഉണക്കായിട്ടുണ്ട്, അത് കുഴപ്പമില്ല, മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ താറാവ് പോലൊക്കെ പറഞ്ഞതാണ് ചേട്ടാ. നമ്മൾ ഇതിലൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്ര എണ്ണത്തിൽ മൊയിനെയാണ് ഉണ്ടതാ. ഇതെല്ലാം ഇതിനാണ്. ഞാനിപ്പോൾ എല്ലാത്തിനും ഒരുമിച്ച് അങ്ങ് ഫീഡ് കൊടുക്കുന്നത്. ഇതിൽ മൊയിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക, എനിക്ക് ഏറ്റവും കൂടുതൽ മൊയിനെ കിട്ടാറുള്ള ഇതിലാണ്. ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ എന്നിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരെണ്ണത്തിൽ സ്റ്റാർട്ടറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടർ ചെയ്യാൻ വേണ്ടി പറ്റിയത് ഇതുപോലെ ഒരു ബക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ബക്കറ്റ് ചെയ്യരുത്. മിനിമം ഒരു 3 ബക്കറ്റ് ഇല്ലെങ്കിൽ ചെയ്യണം. 3 ബക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഞാൻ കലക്കിയതുപോലെ ഒരെണ്ണം ഒരിക്കൽ ഒന്നിൽ വീത്ത് ചെയ്യാൽ മതി. ഒന്നിൽ കൂടുതൽ വീത്തണ്ട, ഒന്ന് വീത്തി അങ്ങ് കൊടുത്താൽ മതി. എന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രത്തോളം വെള്ളം എടുക്കുക നിങ്ങൾ ഫുൾ. എന്നിട്ട് ഞാൻ തരുന്ന മൊയിനെ നിങ്ങൾ എല്ലാത്തിലും ഇടുക. നിങ്ങൾക്കൊരു 3 ബക്ക ഉണ്ടല്ലേ, 3 ഡബ്ബ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 ബക്കറ്റ് ഉണ്ടെങ്കിൽ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇടാം. അത്രേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോന്നിലും കൊടുക്കുക. ഞാൻ എല്ലാത്തിലും ഇതുപോലെ ആഡ് ചെയ്തു. ഇത്രയും മാത്രം മതി. നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളിതിനെ തുറന്ന് വെച്ചിരിക്കില്ല. തുറന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ കൊതുവിൻ്റെ ലാർവ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചത്തുപോകും. സോ ഞാൻ കൂടുതൽ കൊടുക്കാറുള്ള ഇതിനാണ് കുറച്ച് കൂടുതൽ ഫീഡ്. ഇതിന് മാത്രമല്ല നമുക്കറിയാം എത്ര വീത്തണമെന്ന്. കുറച്ച് കൂടുതലായിപ്പോലും കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കൂടുതലായി പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ പിന്നെ ഇതിലുള്ള വെള്ളത്തിനല്ല ഫീഡ് ചെയ്യുന്നത്, മൊയിനയ്ക്കാണ് ഫീഡ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത്രയും മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വെറും എത്ര രൂപയ്ക്കാണ്? വെറും 50 രൂപയ്ക്കാണ്. നമ്മളതിൽ ഒത്തിരി വെറൈറ്റീസും KPS ഒക്കെ ഉണ്ട്. അപ്പം പലരും നമ്മളിൽ നിന്ന് മേടിക്കുന്നവരെല്ലാവരും ചോദിക്കാറുണ്ട്, ബ്രോ ഇതുപോലെ എങ്ങനെയാണിത് ചെയ്തെടുക്കുന്നത്, അതിന് എങ്ങനെ ഫീഡ് കൊടുക്കും? അപ്പോൾ അതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോഴൊക്കെ മൊയിനയുടെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ്. പണ്ട് തന്നെ നമുക്ക് ഹൈ ലെവൽ ശരിക്കും ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞ് പലരും വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഇന്ന് ചോദിച്ചത്. ഇതിലെല്ലാം നമ്മുടെ മൊയിനെല്ലാം നിറച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് നിന്നോ, ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. മൊയിനെ ഇപ്പം ഞാൻ ഇതിൽ നമുക്ക് മൊയിനെ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ ഇപ്പോൾ കോരി എടുക്കുമ്പോൾ നമുക്ക് മൊയിനയുടെ ഇത് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് വയ്ക്കാറ് ചുവപ്പായിട്ട് കാണുന്നുണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൊയിന. കണ്ട അത്യാവശ്യം കണ്ടത് ഇത് ഒന്നിലുള്ള ഇത്ര മാത്രമല്ലേ നിറച്ചുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ കോരി എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നല്ല ചുവപ്പാവും. അത് കണ്ട ചുവപ്പ് മൊയിന തന്നെയാണ്. ഇത് ഇങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ട ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ കറക്റ്റ് ചുവപ്പാവും. കണ്ട സാധനം കണ്ട അടിപൊളിയല്ലേ? ഇതാണ് നമ്മളെ മൊയിന എന്ന് പറയുന്ന സാധനം. ഇത് ഞാൻ ഇതിലെ ഓരോന്നിലും തന്നെ വിടാൻ പോവുകയാണ്. കാരണം ഇന്ന് ഞാൻ ഇനി ഫീഡ് ചെയ്യുന്നില്ല. കുറച്ച് എന്തായാലും എടുത്തല്ലേ, കുറച്ച് ഫീഡം കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ നിറച്ചുണ്ട്. ഉണ്ടോ സാധനം കണ്ടോ? അടിപൊളിയായിട്ട് ഇതിലാണ് കുറച്ച് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനാണ്, പല മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊയിനെ കൾച്ചർ. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.